الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم: قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരമാണോ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി ആജ്ഞാപിച്ചിട്ടുള്ളത്, അപ്രകാരം യഥാർത്ഥ തഖ്വാ ബോധം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലുടനീളം എപ്പോഴാണെന്നറിയാത്ത മരണവുമായിട്ടാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മയായിരിക്കണം ഏറ്റവും കൂടുതലായി നമുക്കുണ്ടായിരിക്കേണ്ടത്. ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം എപ്പോഴും നാം ഓരോരുത്തരും കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ അനിവാര്യമായും നമുക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, സ്നേഹങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടുവാൻ, സ്നേഹിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനപ്രകാരം നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സന്താനങ്ങളെക്കാൾ, അവിടെ നിന്ന് പിന്നീട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനവന്റെ ജീവനേക്കാൾ കുറച്ചുകൂടി കടന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ദാഹിച്ചു വലഞ്ഞ ഒരുവന്റെ മുന്നിൽ തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത് അവന് എത്രത്തോളം ഇഷ്ടമാണോ, മിൻ മാഇൻ ബാരിദിൻ, തണുത്ത ഒരു ഗ്ലാസ് വെള്ളം പരവശനായിരിക്കുന്ന ഒരാള് എത്ര കണ്ട് അതിനോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുമോ, അതിനേക്കാളെല്ലാം
നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയേണ്ടതാണ് നിങ്ങളുടെ നാഥനെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബ കിറാമയോട് പറയുന്നത് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ കടപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നമുക്ക് അടിസ്ഥാനപരമായി അറിയാവുന്നതാണ്. ആ വിഷയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ വിവിധ റിപ്പോർട്ടുകളിലൂടെ ഏകദേശം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അത് വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇമാം നസായി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത് സലാത്ത് മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ വത്തഅമഹു. പ്രവാചകൻ പറയുകയാണ്, 3 അവസ്ഥാവിശേഷങ്ങൾ പ്രാപിച്ച ഒരുവൻ, സലാത്ത് മൻ കുന്ന ഫീഹി, ഏതൊരുവനിൽ 3 അവസ്ഥാവിശേഷങ്ങളെ അവന് പ്രാപിക്കുവാൻ സാധിക്കുന്നുവോ, കൈക്കൊള്ളുവാൻ സാധിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരുവൻ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഈമാൻ എന്ന് പറയുന്നത് അതൊരു ഉറച്ച പാറക്കല്ല് പോലെ അല്ലെങ്കിൽ കടുകട്ടിയായിട്ട് യാതൊരുവിധ വികാരങ്ങളുമില്ലാതെ നിൽക്കുന്ന ഒരു നിസ്സംഗമായ സംഗതിയല്ല. മറിച്ച് അത് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ അത് വർദ്ധിക്കുകയും അത് ചുരുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ ഈമാൻ അത് ശരിയായ നിലപാടുകളോടുകൂടിയാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് നാം എടുത്തു വെക്കുന്നതെങ്കിൽ, സ്വീകരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അതിനൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു മാധുര്യമുണ്ട് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത് റസൂൽ പറഞ്ഞത് വതഅമഹു, അതിനൊരു രുചിയുണ്ട്, അത് നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നതാണ്. അതിനെന്തു വേണം? 3 അവസ്ഥകൾ ഒരുവന് പ്രാപിക്കുവാൻ സാധിക്കണം, ഉൾക്കൊള്ളുവാൻ സാധിക്കണം. എന്നിട്ട് പ്രവാചകൻ ആദ്യമായി പറഞ്ഞത് അൻ യകൂനല്ലാഹു അസ്സ വജല്ല വറസൂലുഹു, അല്ലാഹു അസ്സ വജല്ലയായ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആ ഒരുവൻ ആക്കി തീർക്കുക എന്നതാണ്, ആ ഒരുവൻ ഉൾക്കൊള്ളുക എന്നതാണ്. എങ്ങനെ ഉൾക്കൊള്ളണം? അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവന്റെ റസൂലും ഒഴികെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അതിന്റെ താഴെയാകണം. അല്ലാഹുവും അവന്റെ റസൂലും അവന്റെ ഹൃദയത്തിൽ ഏറ്റവും മുകളിലായി അവന് പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. എന്തൊരു ഉപമയാണ് പ്രവാചക തിരുമേനി പറയുന്നത്. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടം, സ്നേഹം, അത് എല്ലാറ്റിനേക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കുക. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബാക്കിയുള്ള മുഴുവൻ വസ്തുക്കളും, അത് മാതാപിതാക്കളാകാം, സന്താനങ്ങളാകാം, ഇണകളാകാം, വസ്തുക്കളാകാം, ഭൗതികമായ നമ്മുടെ സുഖസൗകര്യങ്ങളാകാം, എന്തുമാകാം, മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവന്റെ റസൂലും ഒഴികെ ബാക്കിയുള്ളതെല്ലാം അതിന്റെ താഴെയായി വരുന്ന ഒരവസ്ഥയിലേക്ക്, ഇതിനെ രണ്ടിനെയും എല്ലാറ്റിന്റെയും മുകളിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഏതൊരുവന് എത്തപ്പെടാൻ സാധിക്കുന്നുവോ, ആ ഒരു പദവിയിലേക്ക്, ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഏതൊരുവന് തന്റെ ഹൃദയത്തെ വിശ്വാസം കൊണ്ട് ദീപ്തമാക്കുവാൻ സാധിക്കുന്നുവോ, അവൻ ഈമാനിന്റെ മാധുര്യവും അതിന്റെ ടേസ്റ്റും അവന് അനുഭവിക്കാൻ കഴിയും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ഹദീസിൽ പ്രവാചകൻ പിന്നീട് പറഞ്ഞത് വഅൻ യുഹിബ്ബ ഫില്ലഹ്, അതുപോലെ തന്നെ വഅൻ യബ്ഗുദ ഫില്ലഹ്, അല്ലാഹുവിന് വേണ്ടി എല്ലാം ഇഷ്ടപ്പെടണം, അല്ലാഹുവിന് വേണ്ടി എല്ലാം ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ വയബ്ഗുദ ലില്ലഹ് വഅൻ യബ്ഗുദ, എല്ലാ ദേഷ്യവും എല്ലാ കോപവും അല്ലാഹുവിന് വേണ്ടിയാകണം. എല്ലാ ഇഷ്ടവും അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, അവന്റെ ആജ്ഞാനുവർത്തികളായി കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ അല്ലാഹുവിന്റെ ഇഷ്ടവുമായി കൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയണം.
നമ്മുടെ ദേഷ്യവും നമ്മുടെ കോപവും നമ്മളുടെ അതിന്റെ രോഷപ്രകടനവും ഒക്കെ അള്ളാഹുവിന്റെ കോപവുമായി, അവന്റെ ദേഷ്യവുമായി, അവന്റെ രോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുമ്പോൾ ഈമാനിന്റെ മാധുര്യവും ഈമാനിന്റെ ടേസ്റ്റും നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പ്രവാചക തിരുമേനി പറയുകയാണ്. മൂന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിൽ എന്തെങ്കിലും ഒന്നിനെ പങ്കു ചേർക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിനോട് ഏതെങ്കിലും ഒരു വസ്തുവിനെ, എന്തുമാകാം, ജീവനുള്ളതാകാം ജീവനില്ലാത്തതാകാം, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ ഞാൻ മുതിരുന്നതിനേക്കാൾ നല്ലത് വലിയ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചാടുന്നതാണ്, അതിൽ കത്തിക്കപ്പെടുന്നതാണ് അതിനേക്കാൾ നല്ലത് എന്ന നിലപാട് നമുക്കുണ്ടാവുകയാണ് എങ്കിൽ നന്നായി നമ്മൾ മനസ്സിലാക്കണട്ടോ. ശിർക്ക് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യേണ്ടി വരിക, ശിർക്ക് എന്ന് പറയുന്ന ഒരു സംഗതി എന്റെ ജീവിതത്തിൽ വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം നരകത്തീയിലേക്ക് നാളെ പരലോകത്ത് പോയി വീഴുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട്, നാറിന് അളീമ, വലിയ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ആ തീയിലേക്ക് എടുത്തു ചാടി ഞാൻ ഇവിടെ തന്നെ നഷ്ടപ്പെടുന്നതാണ് അതിനേക്കാൾ എനിക്ക് ഇഷ്ടകരമായി തീരുന്ന സംഗതി എന്ന് ഒരാളുടെ നിലപാടായിത്തീരുന്നുവെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യവും ഈമാനിന്റെ രുചിയും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ മൂന്ന് അവസ്ഥകളിലേക്ക് നമ്മുടെ ഈമാനിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞത് ഇഷ്ടമെന്ന് പറയുന്നത്, അത് സ്നേഹമെന്ന് പറയുന്നത് അത് അനിവാര്യമായും നമുക്കുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ആ സ്നേഹം നമുക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം നമുക്ക് ആർജിക്കപ്പെടാൻ അതിന് നമ്മൾ അർഹത ഉള്ളവരായി തീരുക എന്നതും നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമായിരിക്കും, അല്ലെ? അള്ളാഹു നമ്മളെ സ്നേഹിക്കണം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിക്കണം. ആരാ ആഗ്രഹിക്കാത്തത്? ഏത് വിശ്വാസിയാ ആഗ്രഹിക്കാത്തത്? ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹവും അവന്റെ പ്രവാചകനോടുള്ള സ്നേഹവും, അതുപോലെ തന്നെ നേരെ തിരിച്ച് അള്ളാഹു നമ്മളെയും സ്നേഹിക്കണം, പ്രവാചകൻ നമ്മളെയും സ്നേഹിക്കണം എന്നതാണ്. എങ്കിൽ എന്ത് വേണം? അതിനാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചൊഴുകുകയും ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദൂതരെ അവിടെ നിന്ന് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക, ഫത്തബിഊനി, നിങ്ങൾ എന്നെയാണ് ഇത്തിബാ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ദൂതരെ നമ്മൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നമ്മൾ എത്ര കണ്ട് പിന്തുടരുന്നുവോ അത്ര കണ്ട് അല്ലാഹു തആല നമ്മളെ സ്നേഹിക്കും. അള്ളാഹുവിനോട് നമ്മുടെ സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന സംഗതി. യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ ഒരു വഴി പ്രവാചകനിലൂടെയുള്ള വഴിയാണ്. പ്രവാചകന്റെ നടപടിക്രമങ്ങളാകുന്നതിനെ ഇത്തിബാ ചെയ്യുക എന്നതിലൂടെ മാത്രമാണ് അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക. അങ്ങനെ അള്ളാഹുവിനെ ആര് സ്നേഹിക്കുന്നുവോ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു അവനെയും അങ്ങനെ സ്നേഹിക്കുന്ന നിങ്ങളെയും അള്ളാഹു തആല സ്നേഹിക്കും എന്ന് പറയുക. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരും. വല്ലാഹു ഗഫൂറുർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനേറെ അല്ലാഹുവാണല്ലോ. വിശ്വാസികളോട് ഏറെ കരുണയുള്ളവൻ, കരുണാവാരിധിയായവൻ, പ്രത്യേകമായി വിശ്വാസികൾക്ക് അവന്റെ റഹീമിയത്തിന്റെ കാരുണ്യം എടുത്തു വെച്ചിരിക്കുന്നവൻ അല്ലാഹുവാണല്ലോ. അതുകൊണ്ട് ഏറെ വിശ്വാസികളോട് കരുണയുള്ള, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പാപങ്ങൾ പൊറുക്കാൻ സന്നദ്ധനായിട്ടുള്ള അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നിങ്ങളെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്തുണ്ട് മാർഗം? അള്ളാഹുവിന്റെ ദൂതനെ പിൻപറ്റുക എന്നതാണ് അതിനുള്ള മാർഗം. അപ്പോൾ സത്യത്തിൽ നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ വളരെ ലളിതമാണ്. അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുക എന്നത് വിശ്വാസിയുടെ തേട്ടമാണ്, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അള്ളാഹു നമ്മളെ സ്നേഹിക്കണം എന്നത് നമ്മളുടെ ഏറ്റവും വലിയ അഭിലാഷമാണ്, നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. എന്തുണ്ട് മാർഗം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം.
സ്നേഹം എന്ന് പറയുന്നത് അത് തീർച്ചയായും മലയാളക്കരയിലെ ഏറ്റവും വലിയ നിരൂപകനായി അറിയപ്പെട്ടു പോയ ആളാണ് NV കൃഷ്ണവാര്യർ എന്ന് പറയുന്ന ഡോക്ടർ NV കൃഷ്ണവാര്യർ. അദ്ദേഹം സാഹിത്യ രംഗത്ത് ഒരുപാട് നിരൂപണങ്ങൾ നടത്തിയ, അങ്ങനെ കോളങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു മഹാനിരൂപകനായി അറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം കാളിദാസ മഹർഷി എന്ന് പറയുന്ന കാളിദാസന്റെ ഒരു ഋതുയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ നിരൂപണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായും സ്നേഹത്തെ നിരൂപിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, കേവലം അത് പഞ്ചേന്ദ്രിയപരമായിരിക്കരുത്. കുറെ ലൈറ്റുകൾ നമ്മളിങ്ങനെ ഇടുന്നതിലൂടെ പ്രവാചക സ്നേഹം, കുറെ ശബ്ദങ്ങളും കൊട്ടുകളും മുട്ടുകളും ഉണ്ടാക്കുന്നതിലൂടെ പ്രവാചക സ്നേഹം, കുറെ ആഘോഷങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിലൂടെ പ്രവാചക സ്നേഹം, അല്ലെ? ഇതൊക്കെയാണ് ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, സ്നേഹം എന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അത് പഞ്ചേന്ദ്രിയപരമല്ല, പിന്നെയോ അതുപോലെ തന്നെ ഭോഗപരവുമല്ല. ഇപ്പൊ എനിക്ക് 2 മഹല്ലുകൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മഹല്ലുകളുണ്ട്, അല്ലെ? എന്റെ 2 അപ്പുറത്തുള്ള മഹലിൽ ഒരു മഹലിൽ ഈ പറയുന്നത് ഒന്നും നടക്കുന്നില്ല. മഹൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെത് എന്ന് പറയുന്ന സമസ്തയുടേതാണ്. ഞാനിങ്ങനെ പറയുന്നത് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഞാൻ നിലകൊള്ളുന്ന എടവനക്കാട് മഹല്ലി എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ല, ഒരലങ്കാരവുമില്ല, ഒരു പ്രത്യേക ആഘോഷവുമില്ല, ഒരു അന്നദാനവുമില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ലാത്ത ഒരു മഹല്ല്. എന്നാൽ എൻ്റെ വീട് നിൽക്കുന്നതിന്റെ തൊട്ട് തെക്കുവശം ഒരു മഹല്ലുണ്ട്. ആ മഹല്ലിൽ 250 കിലോ അരിയെങ്കിലും വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 10-200 കിലോ ഇറച്ചിയെങ്കിലും വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന സമസ്തയുടേതാണ്. ഞാനിതിങ്ങനെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഓരോരുത്തരുടെയും മഹല്ലുകളിൽ പ്രവാചക സ്നേഹത്തിന്റെ അവസ്ഥകൾ ഭോഗപരമാണ്, സുഖഭോഗപരമാണ്. നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തീറ്റയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നയനാനന്ദപരമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്. എന്നിട്ട് ആ കൃഷ്ണവാര്യർ പറയുകയാണ്, സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. നിങ്ങൾക്ക് അതിനൊരു എത്രയോ ചരിത്ര സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയതാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ടുപോയിട്ട് ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിലേറ്റാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തുന്നിടത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓരോ അവയവങ്ങളും അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിന്റെ വീട്ടിലേക്ക് വിടാം, നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണ് എങ്കിൽ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് വന്നു നിൽക്കുകയും നീ നിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം തിരിച്ചയക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നീ ഒന്നിങ്ങനെ വെറുതെ ആലോചിച്ചിട്ട് എന്താണ് നിനക്കുള്ള അഭിപ്രായം എന്ന് പറയുക ഹുബൈബേ എന്ന് ശത്രുക്കൾ പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അത് ത്യാഗത്തിന്റെ വാക്കാണ്. അത് കേവലം പഞ്ചേന്ദ്രിയങ്ങളുടെ വാക്കല്ല, അത് കേവലം നയനാന്തരകരമായതോ അല്ലെങ്കിൽ ശ്രവണ സുന്ദരമായതോ അതല്ലെങ്കിൽ കുറെ സുഖഭോഗങ്ങളുടെയോ വാക്കല്ല. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം സൗഖ്യമായിരിക്കുകയും എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത്, എൻ്റെ അവയവങ്ങൾ നിങ്ങൾ ചെത്തിയെടുക്കുന്നത് പോട്ടെ, എന്നെ മുറിക്കുന്നത് പോലെ കീറി മുറിക്കുന്നത് പോട്ടെ, എന്നെ ദ്രോഹിക്കപ്പെടുന്നത് പോലെ എന്റെ പ്രവാചകൻ ദ്രോഹിക്കുന്നത് പോട്ടെ, എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് ഞാൻ എന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സുഖമായിട്ടിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അതിന് സന്തോഷം കൊടുത്തവരാണെന്ന്? അല്ല, ഞാൻ ഇവിടെ ഇഞ്ചിഞ്ചായി മരണപ്പെട്ടാലും എന്റെ പ്രവാചകൻ സുഖമായി, എൻ്റെ പ്രവാചകൻ വളരെ നന്നായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ കുരിശിലേക്ക് കയറി പോകുമ്പോൾ 2 വരി ഈരടികൾ പാടിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത് ത്യാഗമാണ്, അത് ത്യാഗമാണ്. ആ ത്യാഗത്തിന്റെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മദീനത്തുണ്ടായില്ലല്ലോ, ഉണ്ടായില്ല. പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാനോ? ആരാണ് ബിലാൽ? അല്ല, നമുക്കറിയാം ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം. ആ ശ്രവണസുന്ദരമായ പാങ്കൊലികളുടെ ആ ഈരടികൾ കൊണ്ട് ആ ചരിത്രത്തിലേക്ക് കയറിപ്പോയ, ചരിത്രത്തിന്റെ ഉന്നതികളിലേക്ക് കയറിപ്പോയ ആ കറുത്ത എത്യോപ്യനായ അടിമ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 6 അടി മണ്ണിലേക്ക് വെച്ചതിനു ശേഷം മദീനത്ത് നിന്നില്ല.
പ്രവാചകനില്ലാത്ത മദീനയെ വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അങ്ങനെ ഓരോ സഹാബത്തും അവര് ത്യാഗപൂർണമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്നേഹം എവിടെയാണ്? നമ്മുടെ സ്നേഹം കേവലം പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതോ കേവലം ഭോഗങ്ങളിൽ സുഖഭോഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതുമായ സ്നേഹമായി മാറുന്നു. അത് സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ, സ്നേഹം ത്യാഗമാണ്. പ്രവാചകനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ചതൊക്കെ മഹാനായ ഇതിന് രണ്ടിന് ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോ ഹുബൈബ് റളിയല്ലാഹു ചരിത്രം പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ ഇമാം തബറാനി റഹിമഹുല്ലാഹു ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ല യൗമൻ, ഒരു ദിവസം റസൂലുള്ളാഹി വുളു ഉണ്ടാക്കി. റസൂലുള്ളാഹി വുളു ചെയ്തു. അങ്ങനെ ഫജഅല അസ്ഹാബഹു യതമസ്സഹൂന ബിവളൂഇഹി, അദ്ദേഹം വുളു ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം സ്വഹാബത്ത് എടുത്തിട്ട് അവര് അതൊക്കെ ഇങ്ങനെ തൊട്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ തൊട്ട് തടവാൻ തുടങ്ങി. യതമസ്സഹൂന, അവരതിങ്ങനെ എടുത്തിട്ട് തടവി. പ്രവാചകൻ വുളു ഉണ്ടാക്കിയ ബാക്കി വെള്ളം അതെടുത്തിട്ട് അവരിങ്ങനെ തടവാൻ തുടങ്ങി. അപ്പോ ഫഖാല ലഹും അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അവരോട് ചോദിച്ചു, മാ ഹമലക്കും അലാ ഹാദാ, അല്ല എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം? നിങ്ങൾ എന്താ പ്രേരിപ്പിക്കുന്നത്? ഞാൻ വുളു ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ തലയിലും നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ തടവുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ പ്രേരക ഘടകം എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അപ്പോ അവര് പറഞ്ഞു ഹുബ്ബുല്ലാഹി വറസൂലിഹി, അത് അല്ലാഹുവിനോടും അവരുടെ റസൂലിനോടുമുള്ള ഇഷ്ടം. നമ്മളുടെ സ്നേഹത്തിന്റെ പേരിലല്ല കേട്ടോ ഒന്നും ചെയ്യുന്നത്, ഒക്കെ തബറുക്കിടവല്ല, എല്ലാം കഴിഞ്ഞു പോയവരുടെ പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മുഴുവൻ ആചാരങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൈ പിടിച്ച് മുത്തുന്നത് മുതൽ മുഴുവൻ കാര്യങ്ങളും തബറുക്കിടവല്ലാണ്. അത് പൂർണ്ണമായും ഒന്നുകിൽ ശിർക്കായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ ഒന്നുകിൽ ശിർക്കായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ നമ്മുടെ ജില്ലയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മുഴുവൻ കൈമുത്തലുകളും ഒന്നുകിൽ ശിർക്കാണത് അല്ലെങ്കിൽ ഹറാമാണ്. ഒന്നുകിൽ ശിർക്കിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഹറാമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാം നിരോധിച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ സ്വഹാബത്ത് പറഞ്ഞില്ല ഞങ്ങൾക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞില്ല, ബർക്കത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അവർ പറഞ്ഞത് ഹുബ്ബുള്ള, അള്ളാഹിനോട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ട്, ആ അള്ളാഹ് പറഞ്ഞയച്ച റസൂലല്ലേ, റസൂലിനോട് ഞങ്ങൾക്കുള്ള ഇഷ്ടമാണ് എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി പറഞ്ഞത് എന്താ? അപ്പൊ നബി പറഞ്ഞത് മൻ സറഹു അൻ യുഹിബ്ബല്ലാഹു വറസൂലഹു, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വലിയ പെരുത്ത് ഇഷ്ടമുണ്ട്, അള്ളാഹ് ഇഷ്ടപ്പെടണം, റസൂൽ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ അത് വലിയ സന്തോഷമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുഹിബ്ബുക്കുല്ലാഹ് വയുഹിബ്ബുക്കു റസൂൽ, അല്ലെങ്കിൽ അല്ലാഹുവും റസൂലും നിങ്ങൾ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൽയസുദ്ദുക് ഹദീസഹു ഇദാ ഹദ്ദസ, സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയണം. ഞാൻ ഒന്നു ചെയ്ത വെള്ളം എടുത്തിട്ട് നിങ്ങൾ ദേഹത്ത് വാരി പുരട്ടിയത് കൊണ്ട് അള്ളയും റസൂലും സ്നേഹിക്കുമെന്ന് വിചാരിക്കരുതെന്ന് ചുരുക്കം. നിങ്ങൾ ചെയ്തത് അത് നിങ്ങൾക്കുള്ള ഇഷ്ടം നിങ്ങൾ പ്രകടിപ്പിച്ചത്, ആ പ്രകടനം ഒരിക്കലും തെറ്റാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, നമ്മളും പറയുന്നില്ല. നമ്മുടെ വാപ്പാനോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോഴും നമ്മൾ വാപ്പാടെ വാച്ച് കൊണ്ടു നടക്കണില്ലേ? വാപ്പാനോടുള്ള ഇഷ്ടം കൊണ്ട് വാപ്പാടെ പേന കൊണ്ടു നടക്കണില്ലേ? വാപ്പാനോടുള്ള ഇഷ്ടം കൊണ്ട് വാപ്പ ഉപയോഗിച്ച ഏതെങ്കിലും ഒക്കെ സാധനങ്ങൾ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല. പക്ഷെ അതിനൊരു ബർക്കത്തുണ്ടെന്ന് വിശ്വാസം വന്നാലോ, അതുകൊണ്ട് പോയി പരീക്ഷ എഴുതിയാലും തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടുമെന്ന് വിശ്വാസം വന്നാലോ, അപ്പൊ സംഗതി മാറും. ഇഷ്ടം കൊണ്ട് നടക്കണമെങ്കിൽ കുഴപ്പമില്ല. റസൂലുള്ളാഹി ഒന്നും ഉണ്ടാക്കിയ ബാക്കി വെള്ളം കൊണ്ട് അവരെടുത്ത് ദേഹത്ത് പുരട്ടിയത് അള്ളാഹിനോടും റസൂലിനോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞു. ആ ഇഷ്ടം റസൂലുള്ളാഹി വിരോധിച്ചില്ല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു ഇതുകൊണ്ടൊന്നും അള്ളാഹ് റസൂൽ ഇഷ്ടപ്പെടണോ, നീ വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അത് സത്യമായിരിക്കണം. അതിൽ പാടുണ്ട്, അതാണ് ത്യാഗം, അതാണ് സ്നേഹം. അതിന് ഇത്തിരി ത്യാഗം ആവശ്യമുണ്ട് അല്ലെ? വലവുക്കാനം മുറൻ എന്നൊക്കെ പറയാൻ ഇത് പ്രയാസം, പറയാൻ എളുപ്പമാണ്. സത്യം മാത്രം പറയണം, അത് എത്ര കയ്പുള്ളതാണെങ്കിലും ശരിയെന്ന് പറയുമ്പോ സത്യം പറയണം. മൊയ്ലിയാരെ അന്വേഷണത്തിന് നമുക്ക് കിട്ടുമോ? സത്യം പറയണം മൗലവിമാരെ കിട്ടുമോ? സത്യസന്ധന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കിട്ടുമോ? നിങ്ങൾ പറ. ഈ ഹജ്ജ് പത്തനം ചെയ്ത മൗലവിനെ ഞാൻ നിങ്ങൾക്ക് തരാം. രാവിലെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണ മൊയ്ലിയാരെ തരാം.
പക്ഷെ സത്യസന്ധമായി മാത്രം വർത്തമാനം പറയുന്ന മൗലവിമാരും മൊയ്ലിയാമാരും ഉമറാക്കളും ഉലമാക്കളും എത്ര ഉണ്ടാകും? അത് ത്യാഗമുണ്ട്. റസൂൽ അവിടെ പഠിപ്പിച്ചതാണ്, ത്യാഗത്തിന്റെ ഭാഗത്താണ് സ്നേഹമുള്ളത്. ത്യാഗ ജീവിതത്തിന്റെ ഭാഗത്താണ് അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹിനോടുള്ള സ്നേഹമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോൾ സംസാരിച്ചാലും സത്യം മാത്രം നിങ്ങൾ പറയണം. അതാണ് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗം. രണ്ടാമത് റസൂൽ ഹദീസിൽ പറഞ്ഞു, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ കൃത്യമായി നിറവേറ്റണം. വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളെ, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള ഏതൊരാളുടെ ഹക്കും ഏതൊരാളുടെ മുതലും ഏതൊരാളുമുള്ള ബാധ്യതകളും നിങ്ങൾ തീർച്ചയായും അത് നിറവേറ്റണം. അവിടെയാണ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത്. മൂന്നാമത് റസൂൽ പറഞ്ഞു, അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറണം. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി. അപ്പോ നമ്മൾ ഈ ഭാഗികമായിട്ടുള്ള പകുതി ഇങ്ങാണ്ട് എടുത്തിട്ട് റസൂലുള്ളാഹിയുടെ വെള്ളം എടുത്തിട്ട് സഹാബത്ത് മേത്ത് പരട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതിനപ്പുറം ആ പെരട്ടിയ റസൂലുള്ളാഹി അത് കണ്ടിട്ട് ചോദിച്ചിട്ട് എന്താ ബാക്കി പറഞ്ഞു കൊടുത്തത്? ആ ബാക്കി പറഞ്ഞു കൊടുത്തത് എവിടെ? ആ ഇഷ്ടം എവിടെ? ആ സ്നേഹം എവിടെ? അതുണ്ടെങ്കിലാണ് അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുക എന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആത്മാർത്ഥമായി നമ്മൾ വിഷയത്തെ ഓരോ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂൽ പറഞ്ഞു, ലാ യുമിനു അഹദകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. എങ്ങനെയാണ് റസൂലുള്ളാഹിയെ പിൻപറ്റേണ്ടത്? ഫത്തബിഊനി എന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അള്ളാഹിനെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാർഗമുള്ളൂ, അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റണം എന്ന് പറഞ്ഞു. എങ്ങനെയാ പിൻപറ്റേണ്ടത്? ഞാൻ കൊണ്ടുവന്ന എല്ലാറ്റിനോടും നിങ്ങളുടെ ഹവ പോലും, പ്രവർത്തനം മാത്രമല്ല വാക്ക് മാത്രമല്ല, നിങ്ങളുടെ ഇച്ഛകൾ പോലും ആ റസൂലുള്ളാഹി കൊണ്ടുവന്നതിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല എന്ന് പ്രവാചകൻ പറഞ്ഞു. നമ്മളെ ഹവ പോലും, നമ്മളെ ആഗ്രഹം പോലും, നമ്മളെ ഇഷ്ടം പോലും, നമ്മളെ ചിന്ത പോലും, നമ്മളെ വിചാരം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ആദർശവുമായി കൊണ്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അങ്ങനെ ഓരോ സംഗതികളും പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യന് അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിരിക്കാനുള്ള ഏക മാർഗം. നമ്മളെ ഖൽവത്തിലിരുന്നിട്ടോ നമ്മളെ കൂട്ടത്തിലിരുന്നിട്ടോ നമ്മളെ 1000 ദിക്ർ ചൊല്ലിയാലും ശരി, 1000 നമ്മൾ ബൈത്ത് ചൊല്ലിയാലും ശരി, ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം വിട്ടിട്ട് ഒരു മാർഗം സ്വീകരിച്ച് നമുക്കൊരിക്കലും അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കൈപ്പറ്റാൻ സാധിക്കില്ല. അതിന് ഒരേ ഒരു മാർഗമുള്ളൂ, അള്ളാഹുവിന്റെ ദൂതന്റെ ആ മാർഗത്തെ നമ്മൾ പിൻപറ്റുക എന്നത് മാത്രം. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പ്രവാചകന്റെ സരണി പിന്തുടരാതെ, പ്രവാചകന്റെ മാർഗം പിന്തുടരാതെ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്ന ഏതൊരുവനും വ്യാജവാദിയാണ്. അവനൊരിക്കലും സത്യവിശ്വാസിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തെ, സരണിയെ തനിക്ക് പോരാ, അത് മതിയായതല്ല, അതിലേക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട്, അതിലേക്ക് ഇങ്ങനെ കൂടി ചേർക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരുവനും സത്യവിശ്വാസിയല്ല, അവൻ വ്യാജവാദിയാണ് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറ ആൽ ഇംറാനിൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ 31-ാമത്തെ വചനത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യാജ പ്രചരണമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ആ സ്നേഹിക്കേണ്ടതിന്റെ രൂപം സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഫുദൈലെ, ഒരു കാര്യം ഏറ്റവും നിഷ്കളങ്കമായും ഏറ്റവും ശരിയായും ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിഷ്കളങ്കമായി ചെയ്യണം എങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ, എന്നാൽ ശരിയാകും വേണം എങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഇതെങ്ങനെയാണ് ശരിയാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യം അപ്രകാരമായി തീരുക എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബ. ഒരാള് വളരെ നിഷ്കളങ്കമായി ഒരു കാര്യം ചെയ്തു, പക്ഷേ ശരിയായിരുന്നില്ല ചെയ്തത്. അങ്ങനെ ചെയ്ത കാര്യം വളരെ നിഷ്കളങ്കമായിട്ടാണ് അയാൾ ചെയ്തത്,
പക്ഷേ ചെയ്ത മാർഗം ശരിയായില്ല എങ്കിൽ തീർച്ചയായും ലം യുഖ്ബൽ, ആ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഇനി രണ്ടാമത് വൈദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ, ഒരാൾ ശരിയാണ് ചെയ്തത് പക്ഷേ ഇഖ്ലാസ് ഉണ്ടായില്ല, വലം യുഖ്ബൽ, അതും സ്വീകരിക്കില്ല. നന്നായി മനസ്സിലാക്കണം. ഒരാൾ വളരെ ഇഖ്ലാസോട് കൂടിയാണ് സ്വലാത്ത് ചെയ്തത്, അല്ലെങ്കിൽ വളരെ ഇഖ്ലാസോട് കൂടിയാണ് അയാള് കുറെ ദിക്ർ ചൊല്ലിയത്, പക്ഷേ അതിന്റെ സ്വഭാവം ശരിയായില്ല, പ്രമാണം കൊണ്ട് ശരിയായില്ല. എന്ന് പ്രമാണത്തിലില്ലാത്ത ഒരു പുതിയ ആചാരമാണ് അയാൾ ചെയ്തത്, പക്ഷെ ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ഒരിക്കലും അല്ലാഹു സ്വീകരിക്കില്ല. ഇനി ഒരാള് നമസ്കരിച്ചതാണ്, ശരിയാണല്ലോ, നിസ്കരിക്കണമല്ലോ, നിസ്കരിച്ചാണ്, പക്ഷെ ഇഖ്ലാസ് ഉണ്ടായില്ല, അതും സ്വീകരിക്കൂല. എന്നിട്ട് മഹാനായ ഇയാൾ പറയണേ തീർച്ചയായും ഒരാമല് ഇഖ്ലാസ് ആകണമെങ്കിൽ അള്ളാഹുവിനുള്ള നിയ്യത്ത് നിഷ്കളങ്കമാകണം. അള്ളാഹുവെ നിനക്ക് വേണ്ടി, അള്ളാഹുവെ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അള്ളാഹുവെ നിനക്ക് വേണ്ടി, ആ ഇഖ്ലാസോട് കൂടിയായിരിക്കണം നമ്മൾ ഒരു അമൽ ചെയ്യുന്നതെങ്കിൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇനിയോ വസ്സവാബു അൻ യകൂന അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അത് ശരിയാകണമെങ്കിലോ അത് പ്രവാചകന്റെ നടപടിക്രമത്തിലുള്ളതായിരിക്കണം, പ്രവാചകന്റെ നടപടിക്രമത്തിലുള്ളതായിരിക്കണം, എങ്കിൽ അത് സ്വഭാവമാകുള്ളൂ, അത് ശരിയാകുള്ളൂ. എത്ര ക്ലിയർ ആയിട്ടാണ് സ്വഹാബ ഈ വിഷയം മനസ്സിലാക്കിയത്. നമുക്ക് പൂർത്തിയാകാത്ത ഒരു മതവും കൊണ്ട് നമ്മൾ നടക്കണേ. ഞാൻ ഈ അടുത്ത് ഈ ചേരാലൂർ, നിങ്ങൾ ഈ മഞ്ഞുമല പ്രദേശത്ത് ഒരു മയ്യത്ത് കൊണ്ടുപോയി വെച്ചു. മയ്യത്ത് കൊണ്ടുപോയി വെച്ച മുതൽ ആ മൊയ്ലിയാർ കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചൊല്ലി, കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മയ്യത്തോടെ കൊണ്ട് വെച്ചേക്കണേ. ആളുകൾ ഒന്നുണ്ടാക്കി കയറിക്കൊണ്ടിരിക്കണേ, മൂപ്പരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെ നിൽക്കുന്ന പുരോഹിതന്, അവിടെ നിൽക്കുന്ന പണ്ഡിതന്, അവിടെ നിൽക്കുന്ന ആൾക്ക് തോന്നിയത് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്, കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അത് കഴിഞ്ഞ് രണ്ടിന്റെ അന്ന് ഞാൻ നേരെ ഈ പറയുന്ന ഇവിടെ ഈ കളമശ്ശേരിയുടെ ഓരത്തുള്ള വേറൊരു മഹലിൽ ചെന്ന് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ഇങ്ങനെ പുരോഹിതന്മാരാകുന്ന, പണ്ഡിതന്മാരാകുന്ന, വേഷവിധാരികളാകുന്ന ആളുകളെ പൂർത്തിയാകാത്ത ഒരു മതം പോലെ ഈ മതത്തെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് 4 ഭാഗത്തും അതിനെ ഏച്ചു കെട്ടി വലിച്ചു നീട്ടി അങ്ങേയറ്റം വികൃതമാക്കി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ദൂതൻ കൊണ്ടുവന്ന് കാണിച്ചു തന്ന മാ തറക്തു മിൻകും, നിങ്ങളിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ലിയുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്ന ഒരു കാര്യവും നിങ്ങളെ അറിയിച്ചിട്ടല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും നിങ്ങളെ അറിയിച്ചിട്ടല്ലാതെ ഞാൻ, നിങ്ങളെ നരകത്തിൽ നിന്ന് ലിയുബഇദുകും അനിന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന ഒരു കാര്യവും നിങ്ങൾ അറിയിച്ചിട്ടല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ പൂർത്തീകരിച്ചു പോയ ആ പ്രവാചകന്റെ അനുയായികൾ അള്ളാഹുവിന്റെ സുന്ദരമായ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കോലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ, ഔലിയാക്കന്മാരോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിനും ഓരോ ചമൽക്കാരങ്ങൾ ചമച്ച് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ ആത്മാർത്ഥമാണ് എന്ന് വരുത്തി തീർത്ത് നമ്മൾ ചെയ്താൽ സവാബാകൂല പ്രിയപ്പെട്ടവര്, ശരിയാകൂല. ഒരു കാര്യം ശരിയാകണമെങ്കിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലപ്പ് വേണം, അവിടുത്തെ നടപടിക്രമം വേണം. ആ നടപടിക്രമത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനാണ് എന്നുള്ള ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നമ്മൾ നിയ്യത്തൊരുക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു അമൽ മഹത്തായ ഇബാദത്തായി മാറുന്നത്. അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി നമ്മൾ പിൻപറ്റുമ്പോൾ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് യുഹിബ്ബുക്കുമുല്ലാഹ്, അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റി എങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിച്ചവരാകും, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും, മനുഷ്യ സഹജമായി സംഭവിക്കുന്ന വീഴ്ചകൾ അള്ളാഹു തആല നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യും. അള്ളാഹു തആല അവരുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ള മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ ദീനിന്റെ ഏറ്റവും ശരിയായ വശത്ത് ഈമാനികമായ ഹലാവത്തോടും
ഈമാനികമായ തുഅമത്തോടും കൂടി അതിൻ്റെ എല്ലാവിധ മാധുര്യവും അതിൻ്റെ എല്ലാവിധ രുചിയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള യഥാർത്ഥ വിശ്വാസികളിലും യഥാർത്ഥ മുഖ്ലിസീങ്ങളിലും അല്ലാഹു തആല നമ്മയും നമ്മുടെ സന്താന തലമുറകളെയും എല്ലാം ചേർത്ത് നിർത്തി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി മരണപ്പെടുവാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കണം എന്ന് സ്വന്തത്തിന് ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം തുടർച്ചയായി പറഞ്ഞു വന്നിരുന്ന വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിലെ പ്രധാന റോളുകൾ അഭിനയിക്കുന്ന ജീവിക്കുന്ന ഇണകൾ, ആ ഇണകളിലൂടെ പരിപാലിക്കപ്പെടുന്ന സന്താനങ്ങൾ, ഇവരെല്ലാവരും അവരവരുടേതായ ബാധ്യതകൾ നിർവഹിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. അതിനുള്ള ക്ഷമ, അതിനുള്ള സഹനത എല്ലാം കൈക്കൊള്ളണം എന്നതാണ് ഇസ്ലാമികമായ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒരു ഇണയുടെ കയ്യിൽ നിന്ന് ഒരു പളുങ്കു പാത്രത്തിൽ അല്പം കറിയുമായി ആയിഷ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് വരികയാണ്. പ്രവാചകൻ വളരെ സന്തോഷത്തിലാണ്. ആയിഷയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. മറ്റൊരു ഭാര്യയാണ് ഉണ്ടാക്കി തന്നത്. അത് ആയിഷയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ആ പളുങ്കു പാത്രത്തിൽ വാങ്ങി അദ്ദേഹം ആയിഷ വളരെ സന്തോഷവതിയാകുമെന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പെണ്ണിൻ്റെ സഹജമായ, പെണ്ണിൻ്റെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനിയുടെ കയ്യിലിരുന്ന പാത്രം ഒറ്റത്തട്ടാണ്. ആ പളുങ്കു പാത്രം നിലത്ത് വീണ് ചിതറി, പൊട്ടിച്ചിതറി, അങ്ങനെ ആ കറി മുഴുവൻ നിലത്ത് പോയി. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരുന്ന് ആ പാത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ആ കറി തൻ്റെ കൈ കൊണ്ട് അദ്ദേഹം അതിങ്ങനെ തൂത്ത് വടിച്ച് ആ പാത്രത്തിൻ്റെ വക്കുകളിലേക്ക് തൂത്ത് വടിച്ച് ഇങ്ങനെ ഇടുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മനസ്താപം വരികയാണ്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റ് വീണിട്ട് താൻ ചെയ്തത് എത്ര വലിയ അപരാധമായി പോയി, എന്നിട്ടും തന്നോടൊരു വാക്ക് പോലും പറയാതെ ലോകത്തിൻ്റെ ഗുരുഭൂതനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് അവിടെ ഇരുന്ന് വൃത്തിയാക്കി അത് എടുക്കുന്ന കാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ വലിയ നൊമ്പരം, വലിയ പ്രയാസം ഉണ്ടാക്കി. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്ഷമയുടെയും സഹനതയുടെയും പ്രത്യേകത കൊണ്ട് മനസ്സുകൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നതിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെ പലതും. ഖദീജ റളിയല്ലാഹു അൻഹ 40-ാമത്തെ വയസ്സിൽ പ്രവാചക പത്നീപദത്തിലേക്ക് കടന്നു വന്നതാണ്. 55-ാമത്തെ വയസ്സിൽ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലേക്ക് പ്രവാചകന് ഭക്ഷണവുമായി കയറി പോകുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 55 റിട്ടയർമെന്റിന്റെ പ്രായമാണ്. ആ 55-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ പരിഭവങ്ങളില്ലാതെ പ്രവാചകൻ പോയിരിക്കുന്ന ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണവുമായി കയറി ചെല്ലുന്നത്. അങ്ങനെ എത്ര സുന്ദരമായി, എങ്ങനെ പറയാതിരിക്കും പ്രവാചകൻ. സ്വർഗത്തിൽ 3 ഭവനങ്ങൾ ഞാൻ കണ്ടു. ഒന്ന് മറിയം റളിയല്ലാഹു അൻഹയുടേതാണ്, മറ്റൊന്ന് ആസിയ റളിയല്ലാഹു അൻഹയുടേതാണ്, മറ്റൊന്ന് എൻ്റെ ഖദീജയുടേതാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ എല്ലാം ഈ ദുനിയാവിൽ പ്രവാചകന് വേണ്ടി സമർപ്പിച്ച തൻ്റെ സ്വത്തും തൻ്റെ ശരീരവും എല്ലാം പ്രവാചകന് വേണ്ടി സമർപ്പിച്ച ഖദീജ റളിയല്ലാഹു അൻഹ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അതുതന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു ഭർത്താവിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടിയാണ് ഒരു ഇണ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ അവൾ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദാമ്പത്യത്തിൻ്റെ ഒരു കുളിർമ എന്ന് പറയുന്നത്, ഒരു കൺകുളിർമ എന്ന് പറയുന്നത്, ഖുറത്തുൽ അഅ്യുൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ദാമ്പത്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നല്ല മക്കളായി നമ്മുടെ മക്കൾ വളർന്നു വരികയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഉപകാരപ്രദമായതായി മാറുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ശരിയാവണ്ണം നന്നായി ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള മഹാ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ സമുദായത്തിൽ നടക്കുന്ന എല്ലാ വിധത്തിലുമുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും
ശരിയായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ സന്താന തലമുറകൾക്കൊക്കെ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നിങ്ങളെല്ലാവരെയും ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, 13-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കാണുന്നത്. ഇന്ന് 5 മണി വരെയോ മറ്റു സമയമുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ആ വിഷയത്തെ നമ്മൾ കേട്ടു നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പരമാവധി ആളുകൾ ആ വിഷയത്തിൽ നമ്മളെ മെസ്സേജുകൾ അയക്കുകയും നമ്മളെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ആ ബില്ല് ഒരു കാരണവശാലും പാസ്സാക്കിയെടുക്കപ്പെടാതിരിക്കാൻ മാത്രമുള്ള പ്രതിഷേധങ്ങളുടെ സ്വരങ്ങൾ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന എല്ലാ കുതന്ത്രങ്ങളെയും അവൻ ഇല്ലായ്മ ചെയ്ത് അല്ലാഹു തആല ഈ ഉമ്മത്തിന് എല്ലാവിധ ഇംകാനിയത്തും നിലനിൽക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അല്ലാഹു തആല ഈ ഉമ്മത്തിനെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ ദാസീദാസന്മാരായി ജീവിച്ച് യഥാർത്ഥ ഈമാനോടുകൂടി ജീവിച്ച് യഥാർത്ഥ ഷഹാദയുടെ കലിമ ചൊല്ലി അവന് സംതൃപ്തമായ ഒരു അവസ്ഥയിൽ തിരിച്ചു ചെന്ന് അവൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അവൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിക്കുകയും അവരെയും നമ്മയും നമ്മുടെ സന്താന തലമുറകളോടൊപ്പം അവൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസ് ഉൾപ്പെടെയുള്ള ജന്നാത്തുൽ നഈമാത്തുകളിൽ അവൻ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എല്ലാവരെയും കത്തിയാർന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു തആല കാക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله. عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أدخلنا الجنة يا رب العالمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم احينا بالقرآن والسنة وامتنا مع الايمان والتوبة. اللهم جمعنا جمعا مرحوما. اللهم تقبل دعاءنا واعمالنا منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك يا ارحم الراحمين. وصلى الله